ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 18. അന്തവന്ത ഇമേ ദേഹ നിത്യ സ്യോക്ത ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാദ്യുദ്ധ്യ സ്വഭാരത. അർത്ഥം: ഈ ശരീരങ്ങളെല്ലാം ഒരു നാൾ നശിക്കുന്നവയാണ്. എന്നാൽ അവയിൽ വസിക്കുന്ന ആത്മാവ് നിത്യവും അളക്കാനാവാത്തതും അവിനാശിയുമാണ്. അതിനാൽ ഹേ അർജുന, നിന്റെ കർത്തവ്യം നിർവഹിക്കൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും വ്യക്തമാക്കുന്നു. ശരീരം ജനിക്കുകയും വളരുകയും നശിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആത്മാവിന് ജനനമോ നാശമോ ഇല്ല. ജീവിതത്തിലെ പല ദുഃഖങ്ങൾക്കും കാരണം ശരീരത്തോടും ഭൗതിക ലോകത്തോടുമുള്ള അമിതമായ ആസക്തിയാണ്. ആത്മാവിന്റെ നിത്യത മനസ്സിലാക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു. ശ്ലോകം 19. യാ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യത്തെ. അർത്ഥം: ആത്മാവിനെ കൊല്ലുന്നവനാണെന്ന് കരുതുന്നവനും ആത്മാവ് കൊല്ലപ്പെട്ടുവെന്ന് കരുതുന്നവനും യഥാർത്ഥ സത്യം അറിയുന്നില്ല. ആത്മാവ് ആരെയും കൊല്ലുന്നില്ല. ആത്മാവിനെ ആർക്കും കൊല്ലാനും കഴിയില്ല. യുദ്ധഭൂമിയിൽ അർജുനൻ ബന്ധുക്കളെ കൊല്ലുന്നതിനെക്കുറിച്ച് വിഷമിച്ചിരുന്നു. അതിനുള്ള മറുപടിയായാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ശ്ലോകം പറയുന്നത്. നശിക്കുന്നത് ശരീരമാണ്, ആത്മാവല്ല. ആത്മാവ് ശാശ്വതമായതിനാൽ അതിനെ ആയുധങ്ങൾ കൊണ്ട് നശിപ്പിക്കാനാവില്ല. ശ്ലോകം 20. ന ജായത്തെ മ്രിയത്തെ വാ കടാചിത് ന്യായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയ അജോ നിത്യ ശാശ്വതോ അയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനെ ശരീരേ. അർത്ഥം: ആത്മാവിന് ജനനമില്ല, മരണവുമില്ല. അത് ഒരിക്കലും ഉണ്ടായതോ ഇല്ലാതായതോ അല്ല. അത് അജന്മാവും നിത്യവും ശാശ്വതവും പുരാതനവുമാണ്. ശരീരം നശിക്കുമ്പോഴും ആത്മാവ് നശിക്കുന്നില്ല. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രശസ്തമായ ശ്ലോകങ്ങളിൽ ഒന്നാണിത്. നാം സാധാരണയായി ജനനവും മരണവും ശരീരവുമായി ബന്ധപ്പെടുത്തിയാണ് കാണുന്നത്. എന്നാൽ ആത്മാവിന് അത്തരം മാറ്റങ്ങളൊന്നുമില്ല. അത് ദൈവികമായ ചൈതന്യമാണ്. ഈ സത്യം മനസ്സിലാക്കുന്നവന് മരണഭയം ക്രമേണ ഇല്ലാതാകുന്നു. ശ്ലോകം 21. വേദാവിനാശിനം നിത്യം യ ഏനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തി കം. അർത്ഥം: ഹേ അർജുന, ഈ ആത്മാവ് അവിനാശിയും നിത്യവും അജന്മാവും ക്ഷയമില്ലാത്തതുമാണെന്ന് അറിയുന്ന ഒരാൾ എങ്ങനെ ആരെയെങ്കിലും കൊല്ലുകയോ കൊല്ലപ്പെട്ടുവെന്ന് കരുതുകയോ ചെയ്യും? ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം അറിയുന്ന ജ്ഞാനി ശരീരത്തിന്റെ തലത്തിൽ മാത്രം കാര്യങ്ങളെ കാണുന്നില്ല. അവൻ എല്ലാ ജീവജാലങ്ങളിലും ഒരേ ദൈവിക ചൈതന്യത്തെ കാണുന്നു. ഈ ശ്ലോകം നമ്മെ ആത്മജ്ഞാനത്തിലേക്കും വിശാലമായ കാഴ്ചപ്പാടിലേക്കും നയിക്കുന്നു.